യെസ്, കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നമ്മൾ പഠിച്ചത്? അതാണ് ഞാൻ ചോദിക്കുന്നത്, ഏത് ചാപ്റ്ററാണ് പഠിച്ചത് ഞാൻ ചോദിച്ചത്. ക്ലാസ്സിലില്ലായിരുന്നു. IT സ്കിൽസ് ആണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ വിഷയം. ഏത് ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്? എവിടം വരെ പഠിച്ചു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നൈനിക പറഞ്ഞോളൂ. ഇൻട്രൊഡക്ഷൻ ടു പവർ പോയിന്റ്. ഇൻട്രൊഡക്ഷൻ ടു പവർ പോയിന്റ് ആണ് ആ ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. എന്തൊക്കെ പഠിച്ചു നമ്മൾ അതിനകത്ത്? തീർന്നു ആ ചാപ്റ്റർ? ഇല്ലല്ലോ, ചെറിയ ഭാഗം കൂടെ പഠിക്കാനുണ്ട് അതിനകത്ത്. പവർ പോയിന്റിലെ ഒരു സ്ലൈഡ്, പുതിയ സ്ലൈഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അല്ലെ? സ്ലൈഡുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പിക്ചേഴ്സ് എങ്ങനെയാണെങ്കിൽ, ഇമേജസ് അല്ലെങ്കിൽ ടെക്സ്റ്റ് എങ്ങനെയാണ് നമ്മൾ സ്ലൈഡിൽ ഇൻസേർട്ട് ചെയ്യുക, അത് നമ്മൾ കണ്ടു. ഓക്കെ, ഇനി ഒരു കണ്ടന്റ് കൂടെ അതിനകത്ത് പഠിക്കാനുള്ളൂ. സേവ് ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും, അത് മാത്രമേ ആ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കഴിഞ്ഞതാണ്. സോ ജസ്റ്റ് ഒന്ന് നമുക്ക് പവർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചത്? ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഫോർ വാട്ട്? പവർ പോയിന്റ്. എന്താണ് പവർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Can anyone tell me? ഷാൻ പറയൂ. PowerPoint is used to share informations with the help of slides. സ്ലൈഡ്സിന്റെ ഹെൽപ്പോട് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വി സ്റ്റഡീഡ് അബൌട്ട് ഡിഫറെന്റ് എലമെന്റ്സ് ഓഫ് പവർ പോയിന്റ്. ഒരു പവർ പോയിന്റിന്റെ വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾക്ക് എന്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും? ഓക്കെ, ഫസ്റ്റ് നമ്മൾ കണ്ടു ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഞാനിത് 3-4 പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഉണ്ട്, ടൈറ്റിൽ ബാർ ഉണ്ട്, ടൈറ്റിൽ ഓഫ് ദ പ്രസന്റേഷൻ, ടൈറ്റിൽ ബാർ ഉണ്ട്, ദെൻ റിബൺ. ഓൾ ദ ടൂൾസുകളൊക്കെ എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? റിബൺ എന്ന് പറഞ്ഞ ഏരിയയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ സ്ലൈഡ് പ്രിവ്യൂ പാൻ, സ്ലൈഡിന്റെ ഒരു പ്രിവ്യൂ നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റാറ്റസ് ബാർ ഉണ്ട്, സ്ലൈഡ് പാൻ ഉണ്ട്, നോട്ട്സ് ഉണ്ട്, സൂം ഉണ്ട്, സൂം സ്ലൈഡർ. പിന്നെ നമ്മൾ കണ്ടു വ്യൂ ബട്ടൺസ്. വ്യൂ ബട്ടൺസിനകത്ത് 3 ടൈപ്പ് ഓഫ് ബട്ടൺസ് നമ്മൾ കണ്ടു. നോർമൽ വ്യൂ, 4 ടൈപ്പ് ഓഫ് ബട്ടൺസ് കണ്ടു. നോർമൽ വ്യൂ, സ്ലൈഡ് സോർട്ടർ വ്യൂ, റീഡിംഗ് വ്യൂ ആൻഡ് സ്ലൈഡ് ഷോ. ഈ 4 ബട്ടൺ ആണ് നമ്മൾക്ക് വ്യൂ ബട്ടൺ എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു എങ്ങനെയാണ് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ നമ്മൾ ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. പുതുതായിട്ട് ഒരു പ്രസന്റേഷൻ നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പവർ പോയിന്റ് എന്നുള്ള ആ സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ചെയ്യണം. ഒരു മിനിറ്റ്, അതൊന്ന് ഓപ്പൺ ചെയ്തോട്ടെ. യെസ്, സ്ക്രീൻ കാണാമല്ലോ. ഇതാണ് നമ്മളുടെ പവർ പോയിന്റിന്റെ വിൻഡോ. പവർ പോയിന്റ് എന്നുള്ള സോഫ്റ്റ്വെയറിന്റെ വിൻഡോ ആണ് നമ്മളിപ്പോ കാണുന്നത്. സോ ഇത് എന്താണ്? നമ്മള് പുതിയൊരു പ്രസന്റേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു പുതിയ സ്ലൈഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അല്ലെ? സോ പുതിയ സ്ലൈഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്തു? പവർ പോയിന്റ് എന്നുള്ള സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ചെയ്തു. അപ്പം ഈ ഡീഫോൾട്ട് ആയിട്ട് ഒരു സ്ലൈഡ് അതിനകത്ത് ഉണ്ടാവും. അതിന്റെ കൂടെ നമുക്ക് കൂടുതൽ സ്ലൈഡുകൾ നമ്മൾക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻസേർട്ടിനകത്ത് പോയിട്ട് ന്യൂ സ്ലൈഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ന്യൂ സ്ലൈഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ സ്ലൈഡ്, നമ്മൾക്ക് എത്ര സ്ലൈഡ് വേണോ അതിനനുസരിച്ച് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. ഇൻസേർട്ടിനകത്ത് ന്യൂ സ്ലൈഡ്. അപ്പൊ ഞാനൊരു 4 സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ ഇപ്പൊ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര സ്ലൈഡുകൾ നമുക്ക് കാണാൻ സാധിക്കും? 4 സ്ലൈഡ് ഉണ്ട്.
ഓക്കെ, ഇനി നമുക്ക് നമ്മളിപ്പം ടെക്സ്റ്റ് നമ്മളിപ്പം ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്കിപ്പോ സ്ലൈഡുകൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം, ഇമേജസ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പൊ 4 സ്ലൈഡ് നമുക്ക് ഓൾറെഡി ഡീഫോൾട്ട് ആയിട്ട് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസേർട്ടിൽ പോയിട്ട് ന്യൂ സ്ലൈഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സ്ലൈഡ് നമ്മൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ നമ്മൾക്ക് സ്ലൈഡിനെ നമ്മൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോപ്പി എന്നുള്ള ഓപ്ഷനും ഉണ്ട്. അതായത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള നമ്മളുടെ സ്ലൈഡിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് ഓഫ് ഓപ്ഷൻസ് നമുക്ക് ഓപ്പൺ ആകും. അതിൽ നിന്ന് കോപ്പി എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു സ്ലൈഡിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾക്ക് പ്ലെയിൻ സ്ലൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് കൂടുതൽ സ്ലൈഡ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു സ്ലൈഡിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ സ്ലൈഡിനെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ കോപ്പി എന്നുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. കോപ്പി പേസ്റ്റ്, കട്ട് ആൻഡ് പേസ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചതാണ് വേർഡിനകത്ത്. അപ്പൊ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ഓപ്ഷനും നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്കിപ്പോ ഓൾറെഡി 4 സ്ലൈഡ് ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മളൊരു പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അതിന് നമുക്ക് ആദ്യം എന്താ ചെയ്യണ്ടേ? ടെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യണം. ഇപ്പൊ ഞാൻ ഈ ചാപ്റ്ററിന്റെ, അതായത് ചാപ്റ്റർ 6 ഇൻട്രൊഡക്ഷൻ ടു പവർ പോയിന്റ്, അതിന്റെ ഒരു പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ സ്ലൈഡിനകത്ത് പോയിട്ട് ടെക്സ്റ്റ് ഇൻസേർട്ടിനകത്ത് ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള ടൂൾ എടുത്തിട്ട് നമ്മൾ ഇവിടെ മൗസ് വെച്ച് ഡ്രാഗ് ചെയ്യുമ്പോൾ ഒരു കോളം ആയിട്ട് ഇവിടെ വരും. അതിൽ നമുക്ക് കീബോർഡിന്റെ സഹായത്തോടു കൂടി നമ്മൾക്ക് ഇവിടെ ചാപ്റ്റർ 6 ഇൻട്രൊഡക്ഷൻ ടു പവർ പോയിന്റ് എന്ന് നമ്മളുടെ കീബോർഡിന്റെ സഹായത്തോടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഇൻസേർട്ടിനകത്ത് പോയിട്ട് ടെക്സ്റ്റ് ബോക്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റ് ബോക്സ് അത് ക്ലിക്ക് ചെയ്തിട്ട് മൗസ് വെച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി, ഇങ്ങനെ വലിച്ചാൽ മതി. അപ്പൊ നമുക്കൊരു ബോക്സ് മാതിരി ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമ്മളിപ്പോ ഈ സ്ലൈഡിന്റെ നമ്മൾ ഹെഡിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് എന്താണ് കണ്ടന്റുകളാണ് ആഡ് ചെയ്യേണ്ടത്. വാട്ട് ഈസ് പവർ പോയിന്റ്? അപ്പൊ നമ്മൾ അടുത്ത ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് പവർ പോയിന്റ് is an application software to share informations using slides. അല്ലേ? സോ ഇങ്ങനെ നമുക്ക്, അപ്പൊ നമ്മൾക്ക് ഒരു ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് ടെക്സ്റ്റുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ടെക്സ്റ്റ് ടൂളിന്റെ സഹായത്തോടു കൂടി നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നമ്മൾ കണ്ടത് എന്താണ്? ഇമേജസ് എങ്ങനെയാണ് ആഡ് ചെയ്യാൻ പറ്റുക? ഓക്കെ, ഇമേജസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും എന്താണ്? ഇൻസേർട്ടിനകത്ത് തന്നെയാണ് പോണ്ടത്. ഇൻസേർട്ടിനകത്ത് പോയിട്ട് ഇമേജസ് അല്ലെങ്കിൽ പിക്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പിക്ചേഴ്സ്, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസേർട്ട് പിക്ചേഴ്സ് ഫ്രം ദിസ് ഡിവൈസ് അല്ലെങ്കിൽ ഓൺലൈൻ. ദിസ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ലാപ്ടോപ്പിൽ നിന്ന് ഏതെങ്കിലും പിക്ചർ ആണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അല്ലെങ്കിൽ ഓൺലൈൻ എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് എന്തെങ്കിലും പിക്ചർ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ പിക്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഇൻസേർട്ടിനകത്ത് പോവുക, അതിനുശേഷം പിക്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ദിസ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദിസ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്റെ സിസ്റ്റത്തിനകത്ത്, എന്റെ ലാപ്ടോപ്പിനകത്തുനിന്ന് എനിക്ക് ഏതെങ്കിലും പിക്ചേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഇപ്പോ ഞാൻ ഇതിനകത്തുനിന്ന് ഒരു പിക്ചർ ഇതിനകത്ത് ആഡ് ചെയ്യാണ്. ഏത് പിക്ചർ ആണെന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഏതെങ്കിലും ഒരു പിക്ചർ ആഡ് ചെയ്യുക, എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പിക്ചർ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എങ്ങനെയാണ്? ഇൻസേർട്ടിനകത്ത് പോയിട്ട് ടെക്സ്റ്റ് ബോക്സ്, ഇൻസേർട്ടിനകത്ത് പിക്ചേഴ്സിന് സെലക്ട് ചെയ്തിട്ട് ദിസ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് പിക്ചർ ആണോ നമ്മൾക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ പിക്ചർ എവിടെയെന്ന് സിസ്റ്റത്തിനകത്ത് എവിടെയാണെന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് നമുക്ക് ആ പിക്ചറിനെ സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആ പിക്ചറിനെ നമുക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഈ സ്ലൈഡിന്റെ കൂടെ നമുക്ക് ഈ ഒരു പിക്ചറും നമുക്ക് കാണിക്കണം. ഓക്കെ, പിക്ചർ കാണുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ടെക്സ്റ്റിനേക്കാളും എപ്പോഴും കുറച്ചും കൂടെ കൂടുതൽ ലുക്ക് ഒന്നും കൂടെ നമുക്ക് ഇമേജസ് ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നമുക്ക് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക്
ഇമേജസ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ടെക്സ്റ്റ് ചെയ്തു, ഇമേജസ് ചെയ്തു. ഇപ്പൊ നമ്മളുടെ സ്ലൈഡ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ട്. നമ്മുടെ കണ്ടന്റുകളെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ പർട്ടിക്കുലർ ഫയലിനെ നമ്മളെ സിസ്റ്റത്തിൽ സേവ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ നാളെ വന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയൽ അവിടെ ഉണ്ടാവില്ല. ഓക്കെ, സോ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഈ ഫയലിനെ നമ്മൾ സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ എന്താ ചെയ്യണ്ടേ? ഫയൽ, സേവ് ആസ്, എവിടെയാണോ സിസ്റ്റത്തിൽ സേവ് ചെയ്യേണ്ടത് ആ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒരു പേരും കൊടുക്കുക. ഓക്കെ, ചാപ്റ്റർ 6 പവർ പോയിന്റ് എന്നൊരു പേര് കൊടുക്കുകയാണ് ഞാൻ. ഇങ്ങനെ പേര് കൊടുത്തിട്ട് സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു ഫയല്, പർട്ടിക്കുലർ ഫയല് നമ്മളുടെ സിസ്റ്റത്തിൽ, എന്റെ സിസ്റ്റത്തിൽ ഇവിടെ സേവ് ആയി. അതിനുശേഷം നമ്മളുടെ വർക്ക് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഈ റൈറ്റ് കോർണറിലുള്ള ഇൻടു ബട്ടൺ, ക്ലോസ് എന്നുള്ള ബട്ടൺ, എക്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പവർ പോയിന്റ് ആപ്ലിക്കേഷൻ ക്ലോസ് ആകും. അപ്പൊ ക്ലോസ് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ നാളെ വന്നിട്ട് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് എവിടെയാണോ സേവ് ചെയ്തത്, ഞാനിപ്പോ ഇവിടെ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്തത്. അപ്പൊ ചാപ്റ്റർ 6 പവർ പോയിന്റ് എന്നുള്ള ഈ ഫയൽ ഇവിടെ കിടക്കുന്നുണ്ട്. ക്യാൻ യു സീ ദ ഡെസ്ക്ടോപ്പ്? ചാപ്റ്റർ 6 പവർ പോയിന്റ് ഇവിടെ കിടക്കുന്ന കാണുന്നുണ്ടോ? യെസ്. ഓക്കെ, സോ ഇതിനെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുക ഇവിടുന്ന്. ഓക്കെ, സോ ആ ഫയൽ ഇവിടെ ഓപ്പൺ ആയി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്രസന്റേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇപ്പൊ കുറച്ചൊരു ഐഡിയ കിട്ടി കാണല്ലോ. അപ്പൊ ഇതൊരു കുറച്ചൊരു 1-2 ടൂളുകൾ മാത്രമേ നമ്മളിപ്പോ നോക്കിയിട്ടുള്ളൂ. കുറെ ടൂളുകൾ ഉണ്ട് ഇതിനകത്ത്. ടെക്സ്റ്റിന്റെ ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യാനും പിക്ചറിന്റെ എഫക്റ്റ് ഒക്കെ മാറ്റാനും അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു ബേസിക് ടൂളുകൾ മാത്രമാണ് നമ്മളിപ്പോ കണ്ടത്. എങ്ങനെയാണ് നമ്മൾക്ക് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക, അത് മാത്രമാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് എന്താണ് പ്രിവ്യൂ കാണാം. അതായത് നമ്മൾ ഈ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തു, അത് എങ്ങനെയാണ് ലുക്ക് നമ്മൾക്ക് നോക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് അത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളൊരു പ്രസന്റേഷൻ ചെയ്യാൻ പോകുമ്പോൾ അതിന്റെ ഒരു ഓവറോൾ ലുക്ക് നമുക്ക്, നമ്മൾ MS വേർഡിനകത്ത് പ്രിന്റ് പ്രിവ്യൂ പഠിച്ചു. അതുപോലെ നമ്മൾക്ക് എന്താണ്, നമുക്കൊരു പ്രിവ്യൂ നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വ്യൂ ബട്ടൺ 3-4 ബട്ടൺ പഠിച്ചതാണ്. അതിനകത്ത് സ്ലൈഡ് ഷോ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് നോക്കുക. സ്ലൈഡ് ഷോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സ്ലൈഡ് എങ്ങനെയാണ് നമ്മൾക്ക് ലുക്ക്, അതിന്റെ ഒരു പ്രിവ്യൂ നമുക്ക് നോക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്തെങ്കിലും കറക്ഷൻസ് നമുക്ക് വേണം. അപ്പൊ ഞാൻ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഈ ടൈറ്റിൽ ഇപ്പൊ ഞാൻ ബോൾഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ബാക്കിലേക്ക് പോയിട്ട് ഒറിജിനൽ പവർ പോയിന്റിലേക്ക് പോയിട്ട് ഒന്നും കൂടെ ഞാൻ ഇതിനെ കറക്റ്റ് ചെയ്യും. ഞാൻ ഈ ടൈറ്റിലെ നമുക്ക് ഇതിനെ ബോൾഡ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, സോ ബോൾഡ് ചെയ്തു. ഒന്നും കൂടെ ടൈറ്റിൽ ഒന്നും കൂടെ നമുക്ക് ക്ലിയർ ആക്കി. അതിനുശേഷം വീണ്ടും സ്ലൈഡ് ഷോ നോക്കുകയാണ്. നോക്കുമ്പോ കുറച്ചും കൂടെ ഭംഗിയായിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് തോന്നുകയാണ് ഓക്കെ, ദിസ് ഇസ് ഫൈൻ. ഇനി നമ്മൾക്ക് ക്ലോസ് ചെയ്യാം. സേവ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. അപ്പൊ നമ്മളുടെ വർക്ക് കഴിഞ്ഞു. ക്ലോസ് ചെയ്യാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ബാക്കിലേക്ക് പോയിട്ട് ഒന്നും കൂടെ സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ പവർ പോയിന്റ് എന്നുള്ള സോഫ്റ്റ്വെയർ നമ്മൾ ക്ലോസ് ചെയ്യാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മൾക്ക് പവർ പോയിന്റ്. ഓക്കെ, സോ പവർ പോയിന്റ് നമ്മൾ എങ്ങനെയാണ് ബേസിക് ആയിട്ട് നമ്മൾ ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മളിപ്പോ കണ്ടത്. കൂടുതൽ ഞാൻ പറഞ്ഞു, ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം റിബൺ ഏരിയയിൽ കുറേ ടൂളുകൾ ഉണ്ട്. അത് കുറെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഭംഗിയാക്കാനുള്ള കുറെ ഓപ്ഷൻസ് ഉണ്ട്. അത് നിങ്ങളിപ്പോ പഠിക്കുന്നില്ല, നിങ്ങൾ ലേറ്റർ ക്ലാസ്സുകളിൽ പഠിക്കും. ഓക്കെ, സോ ഇതൊരു ബേസിക് കാര്യം മാത്രമാണ് നമ്മളിപ്പോ കണ്ടത്. ഓക്കെ, യെസ്. സോ എല്ലാരും ടെക്സ്റ്റ് എടുത്തേ. പേജ് നമ്പർ 65 എടുത്തേ. പേജ് നമ്പർ 65. എടുത്തോ? മുബൈസ്, സാൽസാൽ, ഹിന ഒക്കെ എവിടെ പോയി? കാണുന്നില്ലല്ലോ. ഹിന എവിടെ? ഹിന ഹിന പേജ് നമ്പർ 65 എടുത്തോ?
എടുത്ത ആ കീ പോയിന്റ്സിന്റെ ഫസ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചേ. കീ പോയിന്റ്സ് എന്ന് കൊടുത്തിട്ടില്ലേ മേളില്, ഏറ്റവും മുകളില് 65 പേജ് നമ്പർ 65. കണ്ടോ ഹിന? കീ പോയിന്റ്സിലെ ഫസ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചേ. Microsoft PowerPoint is used to create presentations that help to demonstrate or explain a topic an effective manner. Yes, Microsoft PowerPoint is used to create presentations that help to demonstrate or explain a topic in an effective manner. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു ഇൻഫർമേഷനെ പറ്റി നമ്മൾ സംസാരിക്കാൻ പോവാണ്, ഒരു ഓഡിയൻസിന്റെ മുമ്പിൽ നമ്മളൊരു ക്ലാസ് എടുക്കാൻ പോവാണ്. അപ്പൊ നമ്മൾക്ക് ആ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. അതിൽ സ്ലൈഡ്സിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് കുറച്ചും കൂടെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് നമ്മളുടെ മെസ്സേജസ് കൺവേ ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയുള്ള ഒരു ടൂൾ ആണ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. ഓക്കെ, ഉവൈസ് അഹമ്മദ് അടുത്ത വായിച്ചേ. സാൽസാലാണ് അടുത്തത് വായിക്കേണ്ടത്, അതുകൊണ്ട് നോക്കിയിരുന്നോണം കേട്ടോ. ആ ഉവൈസ് വായിച്ചേ. Presentation consists of one or more slides, each of which can be edited and reviewed using PowerPoint. പറഞ്ഞേ, പവർ പോയിന്റ്. നമ്മളെ ചാപ്റ്ററിന്റെ പേരെന്താണ്? എന്താണ് വോയിസ്? PowerPoint. So presentation consists of one or more slide. ഒന്നോ അതിലധികമോ സ്ലൈഡുകൾ ചേർന്നതാണ് ഒരു പ്രസന്റേഷൻ. അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ? ഒരു പ്രാവശ്യം ഒരു ടെക്സ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്ഷൻ ഒക്കെ ചെയ്യാൻ സാധിക്കും. അതാണ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രാവശ്യം നമ്മൾ ടെക്സ്റ്റ് ചെയ്തു, അത് നമുക്ക് കുറച്ചും കൂടെ ഭംഗിയാക്കണം അല്ലെങ്കിൽ നമുക്ക് മാറ്റണം. അപ്പൊ നമുക്ക് അതിനകത്ത് കറക്ഷൻസ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, അടുത്തത് സാൽസാലയുടെ അടുത്ത സെന്റൻസ് വായിച്ചേ. A slide can contain text, image, video and audio clippings. Yes. ഒരു സ്ലൈഡിനകത്ത് നമുക്ക് നമ്മളിപ്പോ രണ്ടെണ്ണം കണ്ടു, ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് കണ്ടു, ഇമേജസ് ആഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇത് കൂടാതെ നമുക്ക് വീഡിയോ ആഡ് ചെയ്യാൻ പറ്റും, അതുപോലെ ഓഡിയോ മെസ്സേജസ്, സൗണ്ടുകൾ ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കുറെ ഓപ്ഷൻസ് നമുക്ക് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിൽ നമുക്കുണ്ട്. ഓക്കെ, പിന്നെ ലാസ്റ്റ് സെന്റൻസ് നൈനിക ഉണ്ടോ അവിടെ? നൈനിക പോയോ? വായിച്ചേ ലാസ്റ്റ് സെന്റൻസ്. The 5 stages of creating a presentation are creating a PPT file, adding slides, adding text and images, reviewing and saving PPT. Yes. 5 steps of creation. നമ്മളിപ്പോ എങ്ങനെയാണ് 5 സ്റ്റെപ്പുകൾ. ഫസ്റ്റ് ഒരു PPT ഫയൽ ഉണ്ടാക്കുക, സ്ലൈഡുകൾ ആഡ് ചെയ്യുക, ടെക്സ്റ്റും ഇമേജസും ആഡ് ചെയ്യുക,
അത് റിവ്യൂ നോക്കുക, അതിനുശേഷം സേവ് ചെയ്യുക. ഇത്രയും സ്റ്റെപ്പുകളാണ് നമ്മൾ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്, എന്താണ് വാട്ട് ആർ ദ 5 stages of PowerPoint presentation. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. Creating a PPT file, adding slides, then adding text and images, reviewing, and last one saving the PPT. ഓർത്തിരിക്കുക കേട്ടോ, 5 stages of PowerPoint presentation. Okay, so ഇത്രയാണ് നമ്മൾ പവർ പോയിന്റ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ബേസിക്, ഞാൻ പറഞ്ഞ പോലെ ബേസിക് ടൂളുകൾ മാത്രമാണ്. എങ്ങനെയാണ് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, ടെക്സ്റ്റ് ചെയ്യുന്നത്, ഇമേജസ് ഉണ്ടാക്കുന്നത്, ഇത്രയും മാത്രമാണ് നമ്മൾ പഠിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരുപാട് വേറെ ഓപ്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾ കുറച്ചും കൂടെ ഹയർ ക്ലാസ്സസ് ആകുമ്പോൾ നിങ്ങൾ പഠിക്കും. ഓക്കെ, യെസ്.